ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്, വെൽക്കം ടു അപ്രൈറ്റ് അക്കാഡമി. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലേക്ക് 15-ാം നൂറ്റാണ്ട് മുതൽ യൂറോപ്യൻ പവേഴ്സ് വരാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ പോർച്ചുഗീസ് പവറിനെ പറ്റിയിട്ടാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അറൈവൽ ഓഫ് ദ യൂറോപ്യൻസ്, പോർച്ചുഗീസ്. അറൈവൽ ഓഫ് യൂറോപ്യൻസ് ക്രോണോളജി ആദ്യമായിട്ട് വരുന്നത് പോർച്ചുഗീസാണ്. പിന്നീട് ഡച്ച് വരുന്നു, ദെൻ നെക്സ്റ്റ് ബ്രിട്ടീഷ്, പിന്നെ ഫ്രഞ്ച് വരുന്നു. അപ്പോൾ ആദ്യമായിട്ട് പോർച്ചുഗീസാണ് വരുന്നത്, രണ്ടാമത് ഡച്ചുകാർ വരുന്നു, മൂന്നാമത് ബ്രിട്ടീഷുകാർ വരുന്നു, പിന്നീട് അവസാനമായിട്ട് ഫ്രഞ്ചുകാർ വരുന്നു. പോർച്ചുഗീസിനെ പറ്റിയിട്ട് നോക്കുമ്പോൾ ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് വരുന്നതും അവസാനമായിട്ട് ഇന്ത്യ വിട്ടു പോകുന്നതും പോർച്ചുഗീസാണ്. അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ദ പോർച്ചുഗീസ് വാസ് ദ ഫസ്റ്റ് വൺസ് ടു എൻ്റർ ഇന്ത്യ ആസ് വെൽ ആസ് ദ ലാസ്റ്റ് വൺസ് ടു ലീവ് ഇന്ത്യ. പിന്നെ ദ യൂറോപ്യൻസ് ഫ്ലറിഷ്ഡ് ഇൻ ട്രേഡ് ബൈ എലിമിനേറ്റിംഗ് കോമ്പറ്റീറ്റേഴ്സ്, ദസ് ലെഡ് ടു ഫിയേഴ്സ് ബാറ്റിൽസ് എമംഗ് ദംസെൽസ് ആൻഡ് ലോക്കൽ റൂളേഴ്സ്. ഈ യൂറോപ്യൻ പവേഴ്സ് ഇന്ത്യയിലേക്ക് വന്നത് നമ്മൾ അതിൻ്റെ റീസൺസ് എക്സാമിൻ ചെയ്യുമ്പോൾ അവർ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലേ, അവരുടെ വെൽത്ത് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയിലേക്ക്, ഒരു ഓറിയൻ്റൽ നേഷനിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്നുള്ള ഗുഡ്സ് അവർ അവരുടെ നാട്ടിൽ കൊണ്ടുപോയി ട്രേഡ് ചെയ്തിട്ട് പ്രോഫിറ്റ് 10x, എന്താ പറയുക, 10 ഇരട്ടി പ്രോഫിറ്റൊക്കെ വാസ്കോ ഡ ഗാമയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഫസ്റ്റ് വോയേജിന് ശേഷം സാധനങ്ങളൊക്കെ കൊണ്ട് അങ്ങോട്ട് പോയപ്പോൾ 10 ഇരട്ടി പ്രോഫിറ്റിനാണ് ഗുഡ്സൊക്കെ വിറ്റതെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവർ അവരുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇവിടുത്തെ റിസോഴ്സസ് യൂസ് ചെയ്തിട്ട് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂറോപ്യൻ പവേഴ്സ് ഇന്ത്യയിലേക്ക് വന്നത്. അത് നമ്മൾ ഓർത്ത് വെക്കുക. അപ്പോൾ ഈ കോമ്പറ്റീഷൻ എലിമിനേറ്റ് ചെയ്തുകൊണ്ടാണ് ഇവർ ഈ ട്രേഡിൽ മെച്ചപ്പെട്ട് വരുന്നത്. ദ യൂറോപ്യൻസ് ഫ്ലറിഷ്ഡ് ഇൻ ട്രേഡ് ബൈ എലിമിനേറ്റിംഗ് കോമ്പറ്റീറ്റേഴ്സ്. അങ്ങനെ കോമ്പറ്റീഷൻ എലിമിനേറ്റ് ചെയ്യുമ്പോൾ ഈ പവേഴ്സ് തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, ലോക്കൽ റൂളേഴ്സ് തമ്മിലും കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് പോർച്ചുഗീസിൻ്റെ ടൈമിലുള്ള ഇമ്പോർട്ടൻ്റ് ഇവൻറ്റ്സ് നമുക്ക് നോക്കാം. 1498 വാസ്കോ ഡ ഗാമ മേക്സ് ലാൻഡ്ഫാൾ അറ്റ് കാലിക്കറ്റ് വേർ ഹീസ് റിസീവ്ഡ് ബൈ ദ സാമറിൻസ്. 1498 വാസ്കോ ഡ ഗാമ കാലിക്കറ്റിലെ കാപ്പാട് ബീച്ചിൽ കാലുകുത്തുന്നു, അവിടെ എത്തുന്നു. അദ്ദേഹത്തെ സാമൂതിരിമാർ റിസീവ് ചെയ്യുന്നു. ആദ്യത്തെ സാമൂതിരി റിസീവ് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കമ്പാനിയൻ അബ്ദുൾ മജീദ്. ഇവർ 3 ഫ്ലീറ്റായിട്ടാണ് വന്നത്. അബ്ദുൾ മജീദായിരുന്നു കമ്പാനിയൻ. ഷിപ്പിൻ്റെ പേര് സാവോ ഗബ്രിയേൽ. വാസ്കോ ഡ ഗാമ വന്ന ഷിപ്പിൻ്റെ പേര് സാവോ ഗബ്രിയേൽ. 1500 പെഡ്രോ അൽവാരസ് കബ്രാൽ എസ്റ്റാബ്ലിഷസ് എ ഫാക്ടറി അറ്റ് കാലിക്കറ്റ്. അപ്പോൾ കാലിക്കറ്റിൽ ഒരു ഫാക്ടറി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. പെഡ്രോ അൽവാരസ് കബ്രാൽ 1500 ഓർക്കുക. പെഡ്രോ അൽവാരസ് കബ്രാൽ അദ്ദേഹം ഒരു പോർച്ചുഗീസ് എക്സ്പെഡീറ്ററാണ്. അദ്ദേഹം ഒരു ട്രേഡർ കൂടിയാണ്. അപ്പോൾ അദ്ദേഹം ട്രേഡിങ്ങിന് വേണ്ടി വന്നതാണ്. എന്നിട്ട് ഇവിടെ ഒരു ഫാക്ടറി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു കാലിക്കറ്റിൽ. 1503 ഫസ്റ്റ് പോർച്ചുഗീസ് ഫോർട്ട് എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് കൊച്ചിൻ. കൊച്ചിയിൽ ആദ്യത്തെ പോർച്ചുഗീസ് ഫോർട്ട് നിർമ്മിക്കുന്നു 1503. 1505 1505 സെക്കൻഡ് പോർച്ചുഗീസ് ഫോർട്ട് അറ്റ് കാനന്നൂർ ഈസ് ബിൽഡ്. ഇപ്പോൾ രണ്ടാമത് പോർച്ചുഗീസ് ഫോർട്ട് എവിടെയാണ്? കാനന്നൂറാണ്. ഒന്നാമത് കൊച്ചിയിൽ. 1505 കണ്ണൂരിൽ കോട്ട നിർമ്മിക്കുന്നത് സെയിൻറ്റ് ആഞ്ചലോസ് ഫോർട്ട്. കണ്ണൂരിൻ്റെ സെയിൻറ്റ് ആഞ്ചലോസ് ഫോർട്ട് 1505. ഓക്കെ, 1509 1509 എ കമ്പൈൻഡ് ഫ്ലീറ്റ് ഓഫ് ഈജിപ്ഷ്യൻ, അറബ് ആൻഡ് സാമറിൻ ഫ്ലീറ്റ് ഈസ് ഡിസ്ട്രോയ്ഡ് ബൈ ദ പോർച്ചുഗീസ് അറ്റ് ദ ബാറ്റിൽ ഓഫ് ഡിയു. ഇപ്പം ബാറ്റിൽ ഓഫ് ഡിയു 1509 വളരെ സിഗ്നിഫിക്കൻ്റ് ആയ ഇവൻ്റാണ്. 1509 ബാറ്റിൽ ഓഫ് ഡിയു. ഇതിൽ അൽമേഡയാണ് ആ സമയത്തുള്ള പോർച്ചുഗീസ് ഗവർണർ. ബാറ്റിൽ ഓഫ് ഡിയുവിൽ ഈജിപ്ഷ്യൻ ഫോഴ്സസ് ഉണ്ട്, അറബ് ഫോഴ്സസ് ഉണ്ട്, സാമൂതിരിയുടെ ഫോഴ്സസ് ഉണ്ട്. അവരെ പോർച്ചുഗീസ് ഡിഫീറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ 1508 ഇവരൊരു ഏറ്റുമുട്ടലുണ്ട്. അതിൽ ഈ അൽമേഡയുടെ മകൻ കൊല്ലപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റിവെഞ്ച് 1509 അൽമേഡ വിക്ടറിയോടെ അവരെയൊക്കെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആ റിവെഞ്ച് എടുക്കുകയാണ് ബാറ്റിൽ ഓഫ് ഡിയുവിൽ. ഓക്കെ, 1510 ഗോവ ഈസ് ക്യാപ്ചേർഡ് ഫ്രം ദ ബിജാപ്പൂർ സുൽത്താനേറ്റ് ബൈ അൽഫോൺസോ ആൽബുക്വർക്ക്. 1510 ഗോവ ക്യാപ്ചർ ചെയ്യപ്പെടുന്നു. ബിജാപ്പൂർ സുൽത്താനേറ്റിൻ്റെ അടുക്കിൽ നിന്ന് ഗോവ പിടിച്ചെടുക്കുന്നു. അൽഫോൺസോ ആൽബുക്വർക്കാണ് ആ സമയത്തെ ഗവർണർ, പോർച്ചുഗീസ് ഗവർണർ. 1530 ഗോവ ഈസ് ഡിക്ലെയർഡ് ആസ് ദ ക്യാപിറ്റൽ ഓഫ് പോർച്ചുഗീസ് ഇന്ത്യ. 1530 ഗോവയെ
പോർച്ചുഗീസ് ഇന്ത്യയുടെ ക്യാപിറ്റലായിട്ട് അവർ ഡിക്ലെയർ ചെയ്യുന്നു. 1534 സിറ്റി ഓഫ് ബസൈൻ ഗിവൺ ടു പോർച്ചുഗീസ് ബൈ ബഹാദൂർ ഷാ. ബഹാദൂർ ഷാ ഗുജറാത്തിൻ്റെ റൂളറാണ്. അപ്പോൾ സിറ്റി ഓഫ് ബസൈൻ, ആ വസായി, മഹാരാഷ്ട്രയിലുള്ള വസായി എന്നുള്ള സ്ഥലം, സിറ്റി ഓഫ് ബസൈൻ ഗിവൺ ടു പോർച്ചുഗീസ് ബൈ ബഹാദൂർ ഷാ. അവരൊരു എഗ്രിമെൻറ്റ് പ്രകാരം അങ്ങനെ സിറ്റി ഓഫ് ബസൈൻ 1534 പോർച്ചുഗീസിന് കൈമാറുന്നു. 1535 നീനോ ഡെ കൂൻഹ ലീഡ്സ് എക്സ്പെഡീഷൻ ടു ക്യാപ്ചർ ഡിയു ബട്ട് ഇസ് ഡിഫീറ്റഡ് ബൈ ബഹാദൂർ ഷാ. 1535 നിനോ ഡി കുഞ്ഞ എന്ന് പറഞ്ഞ ഗവർണർ, പോർച്ചുഗീസ് ഗവർണർ ഡിയു ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ടൊരു എന്താ പറയുക ആർമിയൊക്കെ ആയിട്ട് പോകുന്നു. പക്ഷേ ബഹാദൂർ ഷാ ഈ നിനോ ഡി കുഞ്ഞനെ ഡിഫീറ്റ് ചെയ്യുന്നു. ലേറ്റർ ഇൻ ഒക്ടോബർ 1535 allows പോർച്ചുഗീസ് ടു ബിൽഡ് എ ഫോർട്ട് അറ്റ് ദിയു, ട്രീറ്റി ഫോർ പ്രൊട്ടക്റ്റിംഗ് ഫ്രം ഹുമയോൺ. അപ്പോൾ പിന്നീട് 1535 തന്നെ ഒക്ടോബർ ആ സമയത്ത് ഇവരൊരു കരാറിലെത്തുന്നു. ഈ ഹുമയോൺ, നമ്മുടെ മുഗൾ എംപറർ ഹുമയോണിൻ്റെ ഭാഗത്തുനിന്നും ത്രെറ്റ് ഉണ്ടായിരുന്നു ഈ ബഹാദൂർ ഷാക്ക്. ബഹാദൂർ ഷാ ഗുജറാത്തിലെ റൂളറാണ്. അപ്പോൾ അദ്ദേഹത്തിന് ത്രെറ്റുണ്ട്. അങ്ങനെ പോർച്ചുഗീസ് അദ്ദേഹത്തെ സംരക്ഷിക്കുക എന്ന് പറയുന്നു. അങ്ങനെ 1535 ഒക്ടോബറിൽ ഡിയുവിൽ ഒരു എന്താ പറയുക ഫോർട്ട്, ഒരു കോട്ട നിർമ്മിക്കാനുള്ള അനുവാദം കൊടുക്കുന്നു ബഹാദൂർ ഷാ. 1537 ബഹാദൂർ ഷാ ഗെറ്റ്സ് കിൽഡ് ബൈ ദ പോർച്ചുഗീസ്. അതൊരു ഷിപ്പിൽ വെച്ചിട്ട് അവരൊരു എഗ്രിമെൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പോയതാ. അപ്പോൾ ബഹാദൂർ ഷാ കൊല്ലപ്പെടുന്നു. ബഹാദൂർ ഷാനെ പോർച്ചുഗീസ് വകവരുത്തുന്നു. 1539 പോർച്ചുഗീസ് ഡിയു ഈസ് അണ്ടർ സീജ് ബൈ എ കമ്പൈൻഡ് ഫ്ലീറ്റ് ഓഫ് ഒട്ടോമാൻ, മാംലുക്സ് ഓഫ് ഈജിപ്റ്റ്, ദ ഗുജറാത്ത് സുൽത്താനേറ്റ് ആൻഡ് ദ സാമറിൻ ഓഫ് കാലിക്കറ്റ്. ഫസ്റ്റ് സീജ് ഓഫ് ഡിയു, പോർച്ചുഗീസ് വിൻസ്. 1539 സീജ് ഓഫ് ഡിയു നടക്കുന്നു. ഒന്നാമത്തെ ഡിയുവിലുള്ള ഉപരോധം. അവരെന്ന് പറഞ്ഞാൽ ആ സിറ്റി മൊത്തം, ആ ഏരിയ മൊത്തം ഇവർ ഈ ഫോഴ്സസ് വന്നിട്ട് വളയും. എന്നിട്ടൊരു വിന്നർ ഉണ്ടാവും ലാസ്റ്റ്, അത് ക്യാപ്ചർ ചെയ്യും. അങ്ങനെ പോർച്ചുഗീസ് അതിൽ ജയിക്കുന്നു. അപ്പോൾ ഈ സീജിൽ പങ്കെടുത്തത് ഒട്ടോമാൻ, ടേക്സുകൾ, ഈജിപ്തിലെ മാംലുക്സ്, പിന്നെ ഗുജറാത്ത് സുൽത്താനേറ്റിലെ ആൾക്കാർ, പിന്നെ സാമോതിരിയുടെ ആൾക്കാർ. അപ്പോൾ ഇവരെയൊക്കെ പരാജയപ്പെടുത്തിക്കൊണ്ട് പോർച്ചുഗീസ് ജയിക്കുന്നു 1539. ഇതുപോലെ 1546 ഒരു സീജ് വരുന്നു. പോർച്ചുഗീസ് വിൻസ് സെക്കൻഡ് സീജ് ഓഫ് ഡിയു ഇൻ 1546 ബൈ ഡിഫീറ്റിംഗ് ഗുജറാത്ത്. അപ്പോൾ 1546 രണ്ടാമത്തെ സീജിൽ പോർച്ചുഗീസ് ജയിക്കുന്നു. ഗുജറാത്തിനെ ഡിഫീറ്റ് ചെയ്തുകൊണ്ട് പോർച്ചുഗീസ് തന്നെ ജയിക്കുന്നു. 1559 ദാമൻ ഈസ് ക്യാപ്ചർഡ് ബൈ ദ പോർച്ചുഗീസ്. ദാമൻ ക്യാപ്ചർ ചെയ്യുന്നു. 1559 പോർച്ചുഗീസ് ദാമൻ ക്യാപ്ചർ ചെയ്യുന്നത്. 1596 ഇൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ദ ഡച്ച് എസ്റ്റാബ്ലിഷ് എ മൊണോപ്പൊളി ഇൻ ദ സ്പൈസ് ട്രേഡ് ആഫ്റ്റർ ഡിസ്ലോഡ്ജിങ് ദ പോർച്ചുഗീസ്. 1596 ആകുമ്പോൾ ഡച്ചുകാർ ഇങ്ങോട്ടേക്ക് എൻട്രി ചെയ്തു. യൂറോപ്യൻ പവേഴ്സ് ഡച്ച് ഇങ്ങോട്ടേക്ക് എൻട്രി ചെയ്യുന്നു. പിന്നെ ഈ പോർച്ചുഗീസിൻ്റെ ഈ ട്രേഡൊക്കെ അവർ മെല്ലെ കീഴടക്കാൻ തുടങ്ങി. 1612 സൂരത്ത് ഈസ് ലോസ്റ്റ് ടു ദ ഇംഗ്ലീഷ്. 1600 ആകുമ്പോഴത്തേക്കും നമ്മുടെ ബ്രിട്ടീഷുകാർ ഇങ്ങോട്ട് എത്തിയല്ലോ. അപ്പോൾ സൂരത്ത് നഷ്ടപ്പെടുന്നു. പോർച്ചുഗീസിന് സൂരത്ത് നഷ്ടപ്പെടുന്നത് 1612 ബ്രിട്ടീഷുകാർ സൂരത്ത് കോൺക്വർ ചെയ്യുന്നു. 1661 ബോംബെ ഈസ് ഹാൻഡഡ് ഓവർ ടു ദ ഇംഗ്ലീഷ്. അപ്പോൾ 1661 ബോംബെ ബ്രിട്ടീഷുകാർക്ക് ഡൗറി ആയിട്ട് നൽകുകയാണ് പോർച്ചുഗീസുകാർ. അവർ ചാൾസ് രണ്ടാമൻ, ഇംഗ്ലീഷ് പ്രിൻസായ ചാൾസ് രണ്ടാമൻ കാതറീൻ എന്ന് പറഞ്ഞ പോർച്ചുഗീസ് പ്രിൻസസിനെ കല്യാണം കഴിക്കുന്നു. ആ സമയത്ത് ഡൗറി ആയിട്ട് ബോംബെ ഏരിയ കൊടുക്കുന്നു 1661 ബ്രിട്ടീഷുകാർക്ക്. 1663 ദ പോർച്ചുഗീസ് ലോസ് ഓൾ ദർ ഫോർട്ട്സ് ടു ദ ഡച്ച് ഓൺ ദ മലബാർ കോസ്റ്റ്. അപ്പോൾ 1663 ആകുമ്പോഴേക്കും പോർച്ചുഗീസുകാർക്ക് അവരുടെ കോട്ടകൾ, മലബാർ കോസ്റ്റിലുള്ള കോട്ടകൾ ഡച്ചുകാർക്ക് നഷ്ടപ്പെടുന്നു. അപ്പോൾ ഡച്ചുകാരത് കീഴടക്കുന്നു. 1739 1739 മറാത്താസ് ക്യാപ്ചർ സാൽസെറ്റ് ആൻഡ് ബസൈൻ. ഇപ്പോൾ മുംബൈയിലുള്ള ആ ഐലൻഡ് റീജിയൻസ്, സാൽസെറ്റ് പിന്നെ വസായി, ആ റീജിയണൊക്കെ 1739 മറാത്താസ് ക്യാപ്ചർ ചെയ്യുന്നു. 1779 അക്വിസിഷൻ ഓഫ് ദാദ്ര ആൻഡ് നഗർ ഹവേലി ബൈ പോർച്ചുഗീസ്. അപ്പോൾ 1779 പോർച്ചുഗീസുകാർ ദാദ്ര ആൻഡ് നഗർ ഹവേലി കീഴടക്കുന്നു. 1843 പാൻജിം ഈസ് മേഡ് ക്യാപിറ്റൽ ഓഫ് പോർച്ചുഗീസ് ഇന്ത്യ. ഗോവയിലെ പാൻജിം ക്യാപിറ്റലാക്കുന്നു, പോർച്ചുഗീസ് ഇന്ത്യയുടെ ക്യാപിറ്റലാക്കുന്നു 1843. 1954 ലിബറേഷൻ ഓഫ് ദാദ്ര ആൻഡ് നഗർ ഹവേലി. 1954 ദാദ്ര ആൻഡ് നഗർ ഹവേലി
ഈ പോർച്ചുഗീസുകാരുടെ അടുക്കൽ നിന്ന് ലിബറേറ്റ് ചെയ്യപ്പെടുന്നു. അത് കുറച്ച് ഒരു കൂട്ടം ആൾക്കാർ RSS അങ്ങനെ അവരൊക്കെ ചേർന്നിട്ട് അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു, അങ്ങനെ അത് പിടിച്ചെടുക്കുന്നു. ഓക്കെ. 1961 വരിഷ്ഠ പഞ്ചായത്ത് ഓഫ് ദാദ്ര ആൻഡ് നഗർ ഹവേലി വോട്ട്സ് ടു ബിക്കം പാർട്ട് ഓഫ് ഇന്ത്യ ആൻഡ് ബിക്കംസ് യൂണിയൻ ടെറിട്ടറി. അപ്പോൾ ഈ ദാദ്ര ആൻഡ് നഗർ ഹവേലി സെപ്പറേറ്റ് ആയിട്ടൊരു കൺട്രി ആയിട്ടാണ് ഈ 1954 ലിബറേറ്റ് ആയപ്പോൾ നിലനിന്നിരുന്നത്. അപ്പോൾ 1961 വരിഷ്ഠ പഞ്ചായത്ത് എന്ന് പറഞ്ഞൊരു എന്താ പറയുക, ഒരു ഗവേണിംഗ് ബോഡി അവർ ഫോം ചെയ്തു. 1954 വരിഷ്ഠ പഞ്ചായത്ത് എന്ന് പറഞ്ഞൊരു ഗവേണിംഗ് ബോഡി അവർ ഫോം ചെയ്തിരുന്നു. അങ്ങനെ അവർ ഇന്ത്യൻ ഗവൺമെൻറ്റിനെ അപ്രോച്ച് ചെയ്യുന്നു 1961, എന്നിട്ട് വോട്ട് ചെയ്യുന്നു. വോട്ട്സ് ടു ബിക്കം പാർട്ട് ഓഫ് ഇന്ത്യ ആൻഡ് ബിക്കംസ് യൂണിയൻ ടെറിട്ടറി. യൂണിയൻ ടെറിട്ടറി ആവുന്നത് 1961. ദാദ്ര നഗർ ഹവേലി യൂണിയൻ ടെറിട്ടറി ആവുന്നത് 1961. അതുപോലെ 1961 പോർച്ചുഗീസ് ലോസസ് ഗോവ ആസ് ദ ഇന്ത്യൻ ആർമി ലോഞ്ചസ് എ മിലിറ്ററി ഓപ്പറേഷൻ ടു ലിബറേറ്റ് ഗോവ ഇൻ ടു യൂണിയൻ ടെറിട്ടറി ഇൻക്ലൂഡിംഗ് ദാമൻ ആൻഡ് ദിയു. അതുപോലെ 1961 തന്നെ ഗോവ ലിബറേറ്റ് ആവുന്നു. ഇന്ത്യൻ ആർമി ഫോഴ്സ് ഉപയോഗിച്ചിട്ട് ഗോവയെ ഇന്ത്യൻ ടെറിട്ടറിയിലേക്ക് ചേർക്കുന്നു. അങ്ങനെ ഗോവ യൂണിയൻ ടെറിട്ടറി ആവുന്നു. ദാമൻ ആൻഡ് ദിയുവും കൂടി ആ യൂണിയൻ ടെറിട്ടറിയിൽ ഉൾപ്പെടുന്നു. 1987 ഗോവ അറ്റൈൻസ് ഫുൾ സ്റ്റേറ്റ്ഹുഡ് വൈൽ ദാമൻ ആൻഡ് ദിയു ബിക്കംസ് യൂണിയൻ ടെറിട്ടറി. 1987 ഗോവക്ക് ഫുൾ സ്റ്റേറ്റ്ഹുഡ്, ഫുൾ സ്റ്റേറ്റായിട്ട് ഗോവ മാറുന്നത് 1987. അപ്പോൾ ആദ്യം ഈ ഗോവ യൂണിയൻ ടെറിട്ടറിയുടെ ഭാഗമായിരുന്നല്ലോ ദാമൻ ആൻഡ് ദിയു. ആ സമയത്ത് ഗോവ ഫുൾ സ്റ്റേറ്റ് ആയപ്പോൾ 1987 ഫുൾ സ്റ്റേറ്റ് ആയപ്പോൾ ദാമൻ ആൻഡ് ദിയു ഒരു സെപ്പറേറ്റ് യൂണിയൻ ടെറിട്ടറി ആവുന്നു 1987. അതുപോലെ 2020 ദാദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദിയു മേഴ്സ്ഡ് ഇൻ ടു സിംഗിൾ UT. ഈ ദാദ്ര നഗർ ഹവേലിയും ദാമൻ ആൻഡ് ദിയുവും കൂടിയിട്ട് ഒരു സിംഗിൾ യൂണിയൻ ടെറിട്ടറി ആവുന്നുണ്ട്. അത് മേജർ ഓഫ് യൂണിയൻ ടെറിട്ടറീസ് ബിൽ, ദാദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദിയു മേജർ ഓഫ് യൂണിയൻ ടെറിട്ടറീസ് ബിൽ 2019 പ്രകാരമാണ് 26 ജനുവരി 2020, 26 ജനുവരി 2020 ദാദ്ര നഗർ ഹവേലിയും ദാമൻ ആൻഡ് ദിയുവും കൂടി ഒറ്റൊരു യൂണിയൻ ടെറിട്ടറി ആയിട്ട് മാറുന്നു. ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്സ് ആൻഡ് വൈസ്രോയ്സ് ഓർ ഗവർണേഴ്സ്. ആദ്യത്തെ ഗവർണർ നമ്മൾ നോക്കുന്നത് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. 1505 to 1509, 1505 മുതൽ 1509 വരെയാണ് അൽമേഡ ഗവർണറായിരുന്നത്. കൺസോളിഡേഷൻ ഓഫ് പോർച്ചുഗീസ് പവർ ഇൻ ഇന്ത്യ. പോർച്ചുഗീസ് പവർ ഇന്ത്യയിൽ കുറച്ചും കൂടി ശക്തി ആർജിക്കാൻ തുടങ്ങിയത് ഫ്രാൻസിസ്കോ ഡി അൽമേഡയുടെ കാലത്താണ്. അദ്ദേഹത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോളിസിയാണ് ബ്ലൂ വാട്ടർ പോളിസി. ബ്ലൂ വാട്ടർ പോളിസി വാസ് ഫോർമുലേറ്റഡ് ബൈ ഫ്രാൻസിസ്കോ ഡി അൽമേഡ. അപ്പോൾ അദ്ദേഹമാണ് ആ ബ്ലൂ വാട്ടർ പോളിസിയുടെ ഉപജ്ഞാതാവ്. ബ്ലൂ വാട്ടർ പോളിസിയിൽ ഈ നമ്മുടെ നാവികസേന, നേവൽ ഫോഴ്സസിനെ സ്ട്രെങ്തൻ ചെയ്യും. എന്നിട്ട് കടലിൽ വെച്ച് തന്നെ പോരാട്ടങ്ങൾ, ഈ ഒട്ടോമാൻ ടർക്സിനെതിരെ, മാംലുക്സ് ഓഫ് ഈജിപ്റ്റ് അവർക്കെതിരെ, സാമറിൻ ഓഫ് കാലിക്കറ്റ് അവർക്കെതിരെയൊക്കെ കടലിൽ വെച്ച് തന്നെ ഇവരെ കോമ്പറ്റീറ്റേഴ്സിനെ ഇവർ കടലിൽ വെച്ച് തന്നെ ഇല്ലാണ്ട് കടലിൽ തന്നെ ഇവർ കൂടുതൽ ഏരിയാസ് കോങ്കർ ചെയ്യും. അതാണ് ബ്ലൂ വാട്ടർ പോളിസി. ബാറ്റിൽ ഓഫ് ഡിയു 1509, 1509 ബാറ്റിൽ ഓഫ് ഡിയു. അത് അൽമേഡ ആണ് ലീഡ് ചെയ്യുന്നത്, ബാറ്റിൽ ഓഫ് ഡിയു. ഓക്കെ. പിന്നെ രണ്ടാമത് ഗവർണർ ജനറൽ അൽഫോൺസോ ഡി ആൽബുക്വർക്ക്. 1509 to 1515, 1509 മുതൽ 1515 വരെയാണ് അൽഫോൺസോ ഡി ആൽബുക്വർക്ക് ഭരണത്തിലുണ്ടായത്. ദ റിയൽ ഫൗണ്ടർ ഓഫ് ദ പോർച്ചുഗീസ് പവർ ഇൻ ദ ഈസ്റ്റ്. അപ്പോൾ ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ദ റിയൽ ഫൗണ്ടർ ഓഫ് ദ പോർച്ചുഗീസ് പവർ ഇൻ ദ ഈസ്റ്റ്. ഈസ്റ്റിലെ അതായത് കിഴക്കിലെ റിയൽ ഫൗണ്ടർ, പോർച്ചുഗീസ് പവറിൻ്റെ, പോർച്ചുഗീസ് ശക്തിയുടെ റിയൽ ഫൗണ്ടറായിട്ട് പറയുന്നത് അൽഫോൺസോ ഡി ആൽബുക്വർക്കിനെയാണ്. ബിൽട്ട് എ പെർമിറ്റ് സിസ്റ്റം ഫോർ ഷിപ്സ് വിച്ച് പാസ്റ്റ് പോർച്ചുഗീസ് സ്ട്രോങ് ഹോൾസ് കോങ്കേർഡ് ബൈ ഹിം ഇൻ ദ റെഡ് സീ, മലബാർ ആൻഡ് മലാക്ക. അപ്പോൾ ഇദ്ദേഹം ഒരു പെർമിറ്റ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ഇദ്ദേഹം കോൺകർ ചെയ്തു വെച്ച, ഇദ്ദേഹം പോർച്ചുഗീസ് ശക്തി കേന്ദ്രങ്ങളായിട്ട് കോൺകർ ചെയ്തു വെച്ച റെഡ് സീയിലെ ഏരിയാസ്, അതുപോലെ മലബാറിലെ റീജിയൻസിൽ, പിന്നെ മലാക്ക, ആ മലാക്ക സ്റ്റേറ്റിൻ്റെ ഒക്കെ റീജിയൻ, അവിടെയൊക്കെ ഇദ്ദേഹം പെർമിറ്റ് സിസ്റ്റം കൊണ്ടുവന്നു. അപ്പോൾ ഷിപ്പുകൾ അതിലൂടെ കടന്നു പോകുമ്പോൾ ഇവർക്ക് ഒരു പെർമിറ്റ്, എന്താ പറയുക, കുറച്ച് ടാക്സ് അങ്ങനെയൊക്കെ കൊടുക്കേണ്ടി വരും, ഡ്യൂട്ടി. അപ്പോൾ അങ്ങനെയുള്ള സിസ്റ്റം കൂടെ ഡെവലപ്പ് ചെയ്തു. പിന്നെ എക്വയർഡ് ഗോവ ഫ്രം ബിജാപ്പൂർ സുൽത്താൻ ഇൻ 1510 വിത്ത് ദ ഹെൽപ്പ് ഓഫ് വിജയനഗർ. അപ്പോൾ അൽഫോൺസോ ഡി ആൽബുക്വർക്കാണ് ഗോവ പിടിച്ചെടുക്കുന്നത് ബിജാപ്പൂർ സുൽത്താൻ്റെ കയ്യിൽ നിന്ന്. 1510 ഗോവ പിടിച്ചെടുക്കുന്നത് അൽഫോൺസോ ഡി ആൽബുക്വർക്കാണ്. വിജയനഗർ സുൽത്താനേറ്റിൻ്റെ ഒരു ഹെൽപ്പും കൂടി ഉണ്ടായിരുന്നു അത്. ഓക്കെ. അടുത്ത ഗവർണർ നിനോ ഡ കൂൻഹ.
നീനോ ഡെ കുൻഹ 1529 to 1538, 1529 മുതൽ 1538 വരെയാണ് ഇദ്ദേഹം റൂൾ ചെയ്തത്. ഷിഫ്റ്റഡ് ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് പോർച്ചുഗീസ് ഫ്രം കൊച്ചിൻ ടു ഗോവ ഇൻ 1530. 1530 കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് പോർച്ചുഗീസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഷിഫ്റ്റ് ചെയ്യുന്നത് നീനോ ഡെ കൂഞ്ഞയാണ്. ഓക്കെ, അപ്പോൾ അതുവരെ കൊച്ചി ആയിരുന്നു ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. ബഹാദൂർ ഷാ റൂളർ ഓഫ് ഗുജറാത്ത് വാസ് കിൽഡ് ഇൻ 1537. ഇദ്ദേഹത്തിൻ്റെ സമയത്താണ് ബഹാദൂർ ഷാ 1537 ആ ഷിപ്പിൽ വെച്ചിട്ട് കൊല ചെയ്തതെന്ന് പറയുന്നില്ലേ, അത് നടക്കുന്നത് നീനോ ഡെ കൂഞ്ഞയുടെ സമയത്താണ് ബഹാദൂർ ഷാ മരിക്കുന്നത്. ഇൻക്രീസ്ഡ് പോർച്ചുഗീസ് പ്രസൻസ് ഇൻ ബംഗാൾ വിത്ത് ഹൂഗ്ലി ആസ് ഹെഡ് ക്വാർട്ടേഴ്സ്. അപ്പോൾ ഈ പോർച്ചുഗീസ് ഈസ്റ്റിലേക്കും സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അത് നീനോ ഡെ കൂഞ്ഞയുടെ സമയത്താണ് ഹൂഗ്ലി ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് ഈസ്റ്റിലും അവരുടെ പ്രസൻസ് അറിയിക്കാൻ പോർച്ചുഗീസ് തുടങ്ങുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ നോക്കുന്നത് ക്രോപ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ പോർച്ചുഗീസ്. പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ അവർ കുറച്ച് ക്രോപ്സും കൂടി ഇന്ത്യയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ നേറ്റീവ് അല്ലാത്ത ക്രോപ്സ് ഇന്ത്യയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ ചിലതൊക്കെ നമുക്ക് നോക്കാം. ടൊബാക്കോ, ഈ പുകയില കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. കാഷ്യൂനട്ട് നമ്മുടെ ഈ കശുമാങ്ങയില്ല, അത് കൊണ്ടുവന്നത് പോർച്ചുഗീസാണ്. പിന്നെ ചില്ലീസ്, മുളക്, പൊട്ടാറ്റോ, ഉരുളക്കിഴങ്ങ്, പപ്പായ തന്നെ പറയുന്നത്. പിന്നെ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നിലക്കടല, അത് കൊണ്ടുവരുന്നത് പോർച്ചുഗീസുകാരാണ്. അപ്പം ടൊബാക്കോ, കാഷ്യൂനട്ട്, ചില്ലീസ്, പൊട്ടാറ്റോ, പപ്പായ, ഗ്രൗണ്ട് നട്ട്, ഇതൊക്കെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇതൊന്നും ഇന്ത്യയിലെ നേറ്റീവ് ക്രോപ്സ് അല്ല. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് സെറ്റിൽമെൻറ്റ്സ് ഓർ ട്രേഡ് പോസ്റ്റ്: മാംഗ്ലൂർ കർണാടക, കാനന്നൂർ കൊച്ചിൻ, കാലിക്കറ്റ്, പിന്നെ സാൻതോം ചെന്നൈയിലാണ് സാൻതോം, നാഗപട്ടണം ആന്ധ്രയിലാണ്, ഹൂഗ്ലി വെസ്റ്റ് ബംഗാളിലാണ് ഹൂഗ്ലി. അടുത്തതായി നോക്കുന്നത് റിലേഷൻസ് വിത്ത് മുഗൾ എംപറേഴ്സുമായിട്ട് പോർച്ചുഗീസിന് ഉള്ള റിലേഷൻസ് ആണ് നമ്മൾ എക്സാമിൻ ചെയ്യുന്നത്. അക്ബർ വെൽക്കംഡ് പോർച്ചുഗീസ് വെരി വെൽ. റുഡോൾഫോ അക്വാവിവോ ആൻഡ് ആന്റോണിയോ മോൺസറാട്ടെ വിസിറ്റഡ് ഫത്തേപൂർ സിക്രി ട്വൈസ്. അപ്പോൾ അക്ബറും പോർച്ചുഗീസുമായിട്ട് നല്ലൊരു റിലേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അക്ബറിൻ്റെ സമയത്താണ് ക്രിസ്ത്യൻ മിഷൻസ് 3 പ്രാവശ്യം വന്നിട്ടുണ്ട്. അതിൽ 2 പ്രാവശ്യം വന്നത് റുഡോൾഫോ അക്വാവിവോയും ആന്റോണിയോ മോൺസറാട്ടെയുമാണ് വന്നത് 2 പ്രാവശ്യം. പിന്നെ ഫാദേഴ്സ് ജെറോം സേവിയർ ആൻഡ് ഇമാനുവൽ പിൻഹേറോ കെയിം ടു ഇന്ത്യ ആസ് 3rd മിഷൻ ഡ്യൂറിങ് റെയിൻ ഓഫ് അക്ബർ. അപ്പോൾ അക്ബറിൻ്റെ സമയത്ത് തന്നെയാണ് 3 മിഷൻസും വരുന്നത്. ആദ്യത്തെ 2 മിഷൻസ് റുഡോൾഫോ അക്വാവിവോ ആൻഡ് ആന്റോണിയോ മോൺസറാട്ടെ, 3ാമത്തെ മിഷൻ ജെറോം സേവിയർ ആൻഡ് ഇമാനുവൽ പിൻഹേറോ. ജഹാംഗീർ, even though neglected the Jesuit fathers who came for the 3rd mission, renewed their favors in 1606 and church at Lahore was allowed to be retained. ഇപ്പോൾ ജഹാംഗീർ ശരിക്കും പറഞ്ഞാൽ ഈ ക്രിസ്ത്യൻ മിഷണറീസിനെ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആളായിരുന്നില്ല. അങ്ങനെ ഇദ്ദേഹം 3ാമത് വന്ന മിഷനിലെ ഫാദേഴ്സിനെ അങ്ങനെ അധികം ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാതെ നെഗ്ലക്റ്റ് ചെയ്യുന്നു. പക്ഷേ 1606 1606 അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. പിന്നെ ലാഹോറിലെ ഒരു പള്ളി റീറ്റെയിൻ ചെയ്യാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നീട് പോർച്ചുഗീസ് ലോസ് ദ പ്രിവിലേജസ് ദേ ഹാഡ് ഇൻ മുഗൾ കോർട്ട്സ് ഡ്യൂറിങ് ദ റെയിൻ ഓഫ് ഷാജഹാൻ റൂളിൽ വന്നപ്പോൾ ആണ് പോർച്ചുഗീസിൻ്റെ എല്ലാ പ്രിവിലേജസും, മുഗൾ കോർട്ട്സിലുണ്ടായ പോർച്ചുഗീസിൻ്റെ എല്ലാ പ്രിവിലേജസും ഇല്ലാതെയാകുന്നത് ഷാജഹാൻ റൂളിൽ വന്നപ്പോഴാണ്. അത് ഓർക്കുക, ഷാജഹാൻ റൂളിൽ വന്നപ്പോഴാണ് ഒരു പ്രിവിലേജസും പ്രിവിലേജസൊക്കെ ഇല്ലാണ്ടായത്. ഓക്കെ, ഇൻ 1579 പോർച്ചുഗീസ് സ്റ്റാർട്ടഡ് സെറ്റിലിംഗ് അറ്റ് ഹൂഗ്ലി. ബട്ട് ഇൻ 1632 ഷാജഹാൻ ഓർഡർഡ് കാസിം ഖാൻ ടു ടേക്ക് ആക്ഷൻ അഗെയിൻസ്റ്റ് പോർച്ചുഗീസ് ആൻഡ് ഹൂഗ്ലി വാസ് ക്യാപ്ചേർഡ്. അപ്പോൾ 1579 ആകുമ്പോഴേക്കും പോർച്ചുഗീസ് ഹൂഗ്ലിയിൽ സെറ്റിലിംഗ് ഒക്കെ തുടങ്ങിയിരുന്നു. അങ്ങനെ 1632 ഒരു പ്രശ്നം സംഭവിക്കുന്നത് വെച്ചാൽ അവർ ആ സമയമാകുമ്പോഴത്തേക്കും ഈ സ്ലേവ് ട്രേഡിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു. അവർ ഈ ഹിന്ദു ആൻഡ് മുസ്ലിം കുട്ടികളെയൊക്കെ അവർ ക്രിസ്ത്യൻസായിട്ട് റേസ് ചെയ്യുന്നു. എന്നിട്ട് പിന്നെ അവർ സ്ലേവ് ട്രേഡിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നു. അങ്ങനെ മുംതാസ് മഹലിൻ്റെ, നമ്മുടെ ഷാജഹാൻ്റെ ഭാര്യ മുംതാസ് മഹലിൻ്റെ 2 സ്ലേവ് ഗേൾസിനെ കൂടി ഇങ്ങനെ ഈ സ്ലേവറിയിലേക്ക് കൊണ്ടുപോകുന്നു, ഇവർ തട്ടിയെടുക്കുന്നു. അങ്ങനെ അതൊക്കെ വലിയ പ്രശ്നമായി. അങ്ങനെ ഷാജഹാൻ കാസിം ഖാൻ, ഗവർണർ ഓഫ് ബംഗാൾ കാസിം ഖാനോട് പറയുന്നു പോർച്ചുഗീസിനെതിരെ ആക്ഷൻ എടുക്കണം, പോർച്ചുഗീസിനെ നമുക്ക് ഫൈറ്റ് ചെയ്യണം. അങ്ങനെ സീജ് സ്റ്റാർട്ട് ചെയ്യുന്നു. സീജ് ഓഫ് ഹൂഗ്ലി ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് മുഗൾസ്, ഷാജഹാനൊക്കെ വരുന്നു.
അങ്ങനെ ഹൂഗ്ലി ക്യാപ്ചർ ചെയ്യുന്നു. അപ്പോൾ പോർച്ചുഗീസിൻ്റെ ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മൾ മാക്സിമം കവർ ചെയ്തു. ഈ ക്ലാസ് നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.